നമ്മളെ മക്കൾ എന്തർത്ഥത്തിലാണ് ഇവരെ കൂടെയൊക്കെ പോകുന്നത്? ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? റാഹത്താണോ? കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം 17 വയസ്സുള്ള ഒരു കുട്ടി മരിക്കാനിടയുണ്ടായല്ലേ. മരിക്കാനിടയുണ്ടായ കാര്യം നമുക്ക് ആദ്യം ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. പത്തനംതിട്ടയിൽ പനി ബാധിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചതിൽ ദുരൂഹത. പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുട്ടി മരിച്ചത് ഇന്നലെയാണ്. കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ മരണത്തിൽ പുറത്തുവരുന്ന കാര്യങ്ങൾ? ഷാലിനി, ജില്ലയിലെ ഒരു സ്കൂളിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഇവർ. 22-ാം തീയതി ജില്ലയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷം അവർ പനിയെന്ന് പറഞ്ഞാണ് ചികിത്സ തേടിയത്. എന്നാൽ രക്തം പരിശോധിക്കുകയും മറ്റും ചെയ്തപ്പോൾ അണുബാധ കണ്ടെത്തി. തുടർന്ന് ഡോക്ടർമാർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ റെഫർ ചെയ്തു. തുടർന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞത് ആലപ്പുഴയിൽ ബന്ധുവീടും മറ്റുമുണ്ട്, അതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അവർ തന്നെ സ്വയമേ ഈ പെൺകുട്ടിയുമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ 22-ാം തീയതി ചികിത്സ തേടി. തുടർന്ന് ഇന്നലെയാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്. എന്തായാലും കടുത്ത അണുബാധ മൂലം മരണമെന്നായിരുന്നു പ്രാഥമിക കണ്ടത്. പക്ഷേ ഡോക്ടർമാർക്ക് ഇതിൽ സംശയം തോന്നി. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊരു അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോവുകയും ചെയ്തു. ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ പെൺകുട്ടി 5 മാസം ഗർഭിണിയാണ് എന്നുള്ള കണ്ടെത്തലുണ്ടായത്. എന്തായാലും പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല തുടരന്വേഷണത്തിലേക്കും പോലീസ് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്നായിരുന്നു പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം ബന്ധുക്കളിൽ നടക്കം മൊഴിയെടുത്ത് വിശദാന്വേഷണത്തിലേക്ക് പോകും. പനി എന്ന രീതിയിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തുകയും മരിക്കുകയും ചെയ്തു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ ഗർഭിണി എന്ന രീതിയിലുള്ള കണ്ടെത്തലുണ്ടായത്. നിലവിലെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം പോലീസിന് ലഭിച്ചിരിക്കുന്നത് അമിതമായി ഈ പെൺകുട്ടി ചില മരുന്ന് കഴിച്ചിരുന്നു, അതുമൂലമാണ് ഇത്തരത്തിൽ ഈ അണുബാധ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ അത് ഈ ഗർഭം ഒഴിവാക്കാൻ വേണ്ടി പെൺകുട്ടി തന്നെ ആരും അറിയാതെ ചെയ്തതാകാം എന്നൊരു നിഗമനം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പ്രാഥമികമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അണുബാധ ഉണ്ടാകുകയും അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ ഗർഭിണിയായത് മറച്ചുവെക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. നിലവിലെ അസ്വാഭാവിക മരണത്തിന്റെ FIR ഇട്ടെങ്കിൽ പോലും അതിൽ തുടരന്വേഷണത്തിൽ വകുപ്പുകൾ മാറ്റാനും ബാക്കിയുള്ള കണ്ടെത്തലിലേക്ക് പോകാനും പോലീസ് അടക്കം. നിലവിൽ ഈ കേസ് അന്വേഷണ പോലീസ് സംഘം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർമാരോട് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. അതായത് ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുന്നു. +2 വിദ്യാർത്ഥിനിയാണ് ഇന്നലെ മരിച്ചത്. 17 വയസ്സായ ഒരു കുട്ടി ഗർഭിണിയാവുക, അതിനെ തുടർന്ന് ആ കുട്ടി മരിക്കുക. എന്താ പറയുക, ന്യൂസ് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. നമ്മളെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ പാരൻസ് എന്തായാലും ശ്രദ്ധിക്കണം. അവരെ പീരീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മന്ത്ലി ചെക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പേരൻസ് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഇതാക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അവർ ഈ +2 ടൈം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നൊരു ടൈമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് ഓൾറെഡി സെക്സ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ വയ്ക്കുക, അങ്ങനത്തെ കുറേ നിബന്ധനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇതിൽ മെച്ചം ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് ആരെയും പിടിച്ച് ഇതാക്കി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പെൺകുട്ടിക്കായാലും ഒരു ആൺകുട്ടിക്കായാലും 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പാരൻസ് ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഇവർ പറയുന്നത്, ഇതിപ്പോൾ ആ കുട്ടിയുടെ ഫാമിലി ആയാലും ആ കുട്ടി 5 മാസം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് കൂടിയില്ല. 5 മാസം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതിക്ക് വയറൊക്കെ വയ്ക്കുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ 5 മാസമായിട്ടും ആ കുട്ടിയുടെ വീട്ടുകാരറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തോ സംതിങ് റോങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയ ടൈമിലും അവരും അത് ചെക്ക് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ന്യൂസിൽ വരുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലുള്ള അമ്മമാർ ഇവിടെ പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് വരുന്നുണ്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു
ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുവിധം നമുക്ക് ഇതാക്കി പോവാം എന്നേ ഉള്ളൂ. ഈ ന്യൂസ് ഞാൻ ഇന്നലെയാണ് കാര്യമായിട്ട് ഇങ്ങനെ വിവരിച്ചിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ എനിക്ക് പല്ലിൻ്റെ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം ഒരു 5:30 ആ ടൈമിലായിരുന്നു കേട്ടോ, വൈകുന്നേരം. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ കാണിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരമാണ് ഇതിന് കാര്യം കൂടുതലായിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇതിപ്പം നടക്കുന്ന കാര്യം തന്നെ, ഈ ലോകത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. എന്നാലും അതൊക്കെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുകൂടി ഇത് വേണം, ഒരു ബോധം വേണം. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് ഒരു പയ്യൻ ബൈക്കിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഇടവഴിയാണ് കേട്ടോ, അവിടെ അധികം ആളുകളൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ ആ ഇടവഴി കഴിഞ്ഞിട്ടാണ് മെയിൻ റോഡിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഇടവഴിയിൽ കൊണ്ടിട്ട് ആ പയ്യൻ പെൺകുട്ടിയെ ഡ്രോപ്പ് ചെയ്യുന്നു. ആ പെൺകുട്ടി മാസ്ക് വെച്ചിട്ടുണ്ട്, ബാഗ് തൂക്കിയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് കയറാനുള്ള ടൈമിൽ ഇവർ പുറത്തെവിടെയോ പോയി കറങ്ങാൻ. എന്നിട്ട് ആ ടൈം ഒരു 6 മണിയോളം ആയി. മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്ന ടൈമാവും. അപ്പോഴത്തേക്ക് ആ കുട്ടി അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ആ കുട്ടി നെക്സ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. നമ്മളെ മക്കൾ എന്തർത്ഥത്തിലാണ് ഇവരെ കൂടെയൊക്കെ പോകുന്നത് എന്ന് എനിക്കൊക്കെ ആണെങ്കിൽ, ഞാനൊക്കെ 10th പഠിച്ചത് 2007 അന്നൊക്കെ നമ്മൾക്കൊരു ബോയ്സിൻ്റെ മുഖത്ത്, ഞാനൊക്കെയാണ് കേട്ടോ, നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒരു ബോയ്സിൻ്റെ മുഖത്ത് നോക്കാൻ പോലും ചമ്മലായിരുന്നു. അങ്ങനെയാണ് നമ്മളെയൊക്കെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ ആരുടെ കൂടെയെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ഭയങ്കര ഇതാണല്ലോ. ആരെങ്കിലും കണ്ടാൽ എന്ത് പറയും, അങ്ങനെയൊക്കെ ഒരിതാണ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനല്ല. ഇവരെന്തർത്ഥത്തിലാണ് എന്താ പറയുക, ഒരു ലവർ എന്ന ഇത് വെച്ചിട്ട് അവരുടെ കൂടെ പോകുന്നു. ഇപ്പം ലോകത്ത് നടക്കുന്നില്ലേ ഓരോ സംഭവങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. അവർ വിളിക്കുന്ന സ്ഥലത്തെല്ലാം കൂടെ പോയിട്ട് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പണി കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഗുളികകളൊക്കെ വാരി തിന്ന് എന്തെങ്കിലുമൊക്കെ ഇപ്പം തന്നെ ആ കുട്ടിക്ക് ഫുൾ ഇൻഫെക്ഷൻ ആയിട്ടാണ് മരിച്ചേക്കുന്നത്. ഇപ്പോൾ ആ കുട്ടിയുടെ സഹപാഠിയുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, DNA ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് അറിയത്തില്ല. എന്നാലും നമ്മളിപ്പോൾ ഒരു കാമുകനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരല്ലേ നമ്മൾ ഇതാക്കി വെക്കത്തുള്ളൂ. അപ്പോൾ സ്നേഹിക്കണ്ട അതൊന്നും പറയുന്നില്ല. അതൊക്കെ ഹോർമോൺ ചേഞ്ചസിൽ ആ പ്രായത്തിൽ അങ്ങനെ വരും. പക്ഷേ അതിൻ്റേതായ കുറേ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ലോകത്തില്ലേ, അതൊക്കെ ചെയ്യാമല്ലോ. നമ്മളിപ്പോൾ അവരെ കർശനമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ പ്രായത്തിൻ്റെ ഒരിതിൽ അവരെന്തും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് സെക്സ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ് നമുക്ക് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും അതിനെയൊക്കെ പറ്റി ഒരുപാട് ക്ലാസ്സുകളും സംഭവങ്ങളൊക്കെ ഓരോ സ്കൂളിലൊക്കെ കൊടുത്താൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ മാറിക്കിട്ടും. നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല. പ്രായത്തിൻ്റെ എന്താ പറയുമല്ലോ, പ്രായത്തിൻ്റെ പക്വതക്കേട് അങ്ങനെയൊക്കെ പറയത്തില്ലേ. പക്ഷെ ഒരു ജീവനല്ല, ആ കുട്ടിയുടെ വയറ്റിലൊരു കുഞ്ഞും കൂടിയുണ്ട്. എന്താ പറയാ, ഒന്നും പറയാനില്ല. ലോകം എങ്ങോട്ടോ എങ്ങനെയോ. എന്തായാലും മക്കളൊക്കെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ. അവർക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. നിങ്ങളെല്ലാവരെയും സർപ്രൈസ് ആക്കിയിട്ട് നിർത്താം. അപ്പോൾ ടാറ്റാ.